ഹായ്, എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു കുഞ്ഞു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്ന് കുറച്ച് സ്റ്റിച്ചിങ് വീഡിയോ ആണ്. സ്റ്റിച്ചിങ് വീഡിയോ എന്ന് വെച്ചാൽ കുറച്ചധികം സ്റ്റിച്ച് വിട്ട് കിടക്കണ കുറേ ഡ്രസ്സുകളുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് നല്ലോണം റെഡിയാക്കി എടുക്കാമെന്ന് വിചാരിക്കുകയാണ്. എൻ്റെ പാൻറ്റും എൻ്റെ ചുരിദാറിൻ്റെ ടോപ്പ് മാക്സിയൊക്കെ ഉണ്ട്. അതൊക്കെ സ്റ്റിച്ച് വിട്ട് കിടക്കണം കുറേ ദിവസമായിട്ട്. അപ്പോൾ അതിങ്ങനെ മാറ്റി മാറ്റി വെക്കും. അതൊക്കെ ചെയ്തെടുക്കണം എന്ന് വിചാരിക്കുമെങ്കിലും ചില സമയത്ത് ഒരു ചടപ്പ് കാരണം അത് അവിടെ തന്നെ വെക്കണമാണ് കേട്ടോ. പിന്നെ മെഷീൻമേൽ ഇരിക്കാനുള്ളൊരു ബുദ്ധിമുട്ട് കാരണമാണ്. ബുദ്ധിമുട്ട് വെച്ചാൽ കാലുവേദനയും ഡിസ്കിന് പ്രോബ്ലമൊക്കെ ഉള്ള കാരണം ഇത് ചവിട്ടുമ്പോഴേക്ക് വേഗം പുറം വേദന വരും, ഊരവേദന വരും, കാലുവേദന വരും. അതുകൊണ്ടൊക്കെ തന്നെ ഇതിലേക്ക് ഇരിക്കാനുള്ളൊരു മനസ്സില്ല കേട്ടോ. ചില സമയം രണ്ടും കൽപ്പിച്ച് അങ്ങോട്ട് ഇരുന്നിട്ട് എല്ലാം അങ്ങോട്ട് അടിച്ചെടുക്കും കേട്ടോ. അപ്പോൾ ഇന്ന് വിചാരിച്ച് എന്തായാലും ഇതൊക്കെ ഒന്ന് അടിച്ചെടുത്തേ പറ്റുള്ളൂ. കാരണം കുറേ ദിവസമായിട്ട് ഇതിങ്ങനെ മാറ്റി വെച്ചതാണ് കേട്ടോ. അപ്പം ചേട്ടൻ പറയുകയും ചെയ്യും, അത് ടൈം കിട്ടുമ്പോൾ ഒന്ന് എടുത്ത് വെച്ചിട്ട് അടിക്കണം കേട്ടോ എന്ന് പറയും. ഞാൻ എന്നും മറന്നു പോകും. അപ്പോൾ ഇന്ന് എന്തായാലും അത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് തന്നെ തുനിഞ്ഞതാണ്. അപ്പോൾ ഉച്ചയ്ക്ക് ശേഷം ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഇരുന്നതാണ് കേട്ടോ. അപ്പോൾ എല്ലാം കുറച്ച് കുറച്ച് ഭാഗങ്ങളെ സ്റ്റിച്ച് വിട്ടിട്ടുള്ളൂ. നല്ല നല്ല പാൻറ്റുകളൊക്കെയാണ് കേട്ടോ, പുതിയ പാൻറ്റുകളൊക്കെയാണ്. പിന്നെ എന്തുകൊണ്ടാണ് അറിയില്ല പെട്ടെന്ന് സ്റ്റിച്ചൊക്കെ വിട്ടു പോണത്. എന്നാലും അതൊക്കെ ഞാൻ അലമാരയിൽ നിന്ന് ഇന്നലെ തന്നെ തപ്പി എടുത്ത് വെച്ചിന് കേട്ടോ. പിന്നെ ഇന്ന് ഞാനത് സ്റ്റിച്ച് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് വേഗം കാണുന്ന സ്ഥലത്ത് തന്നെ രാവിലെ തന്നെ എടുത്തു വെച്ച്. അപ്പോൾ പിന്നെ പണിയൊക്കെ കഴിഞ്ഞാൽ ഇതിന് വേണ്ടിയിട്ട് ഇരിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെയൊക്കെ ചെയ്തത്. അപ്പോൾ ഇന്ന് വെറും സ്റ്റിച്ചിങ് തന്നെയാണ് കേട്ടോ. പുതിയതായിട്ടുള്ള ഡ്രസ്സും കാര്യങ്ങളൊന്നും അടിച്ചെടുക്കില്ല. ഇങ്ങനെ ഓരോ ഭാഗങ്ങൾ വിട്ടതായിട്ടുള്ള ഡ്രസ്സുകൾ മാത്രം. പിന്നെ എന്താണെന്ന് വെച്ചാൽ ചുരിദാറും ബ്ലൗസ് അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ഞാൻ അടിക്കാൻ പോയിട്ട് പഠിച്ചിട്ടുണ്ട്. പക്ഷേ ഞാൻ അടിക്കാതെയായി ഞാനതൊക്കെ മറന്നു പോയിട്ടോ. ഞാൻ നന്ദമോൾ ചെറുതാകുമ്പോഴൊക്കെ ഓൾക്ക് ചുരിദാർ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ അടിക്കേനി. പക്ഷേ ഇപ്പോൾ കുറേ ആയിട്ട് ഞാൻ മറന്നു പോയ കാരണം എനിക്കിപ്പോൾ ഒന്നും അടിക്കാൻ അറിയാത്ത പോലെ ആയിട്ടോ. അപ്പോൾ കുറേ നമ്മൾ അത് ചെയ്ത് നോക്കാഞ്ഞാൽ തന്നെ മറന്നു പോകും. അതുകൊണ്ട് ബ്ലൗസും ചുരിദാറും എല്ലാം ഞാൻ മറന്നിട്ടോ. അതൊക്കെ ഞാൻ പഠിച്ചതാണ്. പറയുമ്പം സ്റ്റിച്ചിങ്ങിന് 3 മാസം പോയിട്ട് എല്ലാം പഠിച്ചെടുത്തിട്ട് വാങ്ങിയ മെഷീനാണിത് കേട്ടോ. പക്ഷെ അതെനിക്ക് പ്രാബല്യത്തിൽ നടത്താൻ പറ്റിയില്ല എന്ന് തന്നെ പറയാം. പക്ഷേ ഈ മെഷീൻ ചവിട്ടൽ പഠിച്ചതുകൊണ്ട് ഇപ്പോൾ ഇങ്ങനെയുള്ള ഉപകാരങ്ങളൊക്കെ നടക്കും കേട്ടോ. മാക്സിയൊക്കെ വാങ്ങിയാൽ അതൊക്കെ ഒന്ന് ഷേപ്പാക്കി എടുക്കാനും സ്റ്റിച്ച് ചെയ്യാനും കൈ ചെറുതാക്കാനും മാക്സിൻ്റെ അടി വെട്ടി അടിക്കാനും അങ്ങനെയുള്ളതൊക്കെ ചെയ്യും. പിന്നെ അനീഷേട്ടന് മുണ്ട് വാങ്ങിയാൽ അതിൻ്റെ വക്ക് ഇങ്ങനെ സൈഡാക്കി നല്ല അടിച്ചു കൊടുക്കാനും അങ്ങനെയൊക്കെ തന്നെ ചെയ്യും. മക്കളത് എന്തായാലും ഡ്രസ്സൊക്കെ ഇതേപോലെ തുന്നി വിട്ടത് എന്തുണ്ടെങ്കിൽ അതും സ്റ്റിച്ച് ചെയ്യുന്നല്ലാണ്ട് പുതിയതായിട്ടുള്ള ഡ്രസ്സുകളും കാര്യങ്ങളൊന്നും സ്റ്റിച്ച് ചെയ്യലില്ല കേട്ടോ. ഒക്കെ പുറമെ കൊടുക്കുക തന്നെയാണ് ചെയ്യുക. ഇപ്പോൾ ഒക്കെ നല്ല സ്റ്റിച്ചിങ് ചാർജുമാണ് പുറത്തൊക്കെ. അപ്പോൾ അത് നമ്മൾ പഠിച്ച കാര്യം നമുക്ക് ഉപയോഗപ്പെടണം എന്നുണ്ടെങ്കിൽ അതിൻ്റേതായ ശാരീരികമായിട്ടുള്ള ആരോഗ്യവും വേണം അല്ലേ. പക്ഷേ ഇത് ആരോഗ്യം എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് ഞാൻ പറഞ്ഞതുപോലെ തന്നെ കേട്ടോ. എനിക്കിങ്ങനെ ഇരുന്ന് കുറേ നേരം സ്റ്റിച്ച് ചെയ്യാൻ പറ്റില്ല. ഭയങ്കരമായിട്ട് നടുവേദന വരും. അപ്പം കാലും ഇങ്ങനെ ഇതിന് മോട്ടറൊന്നും ഇല്ലാത്തതുകൊണ്ട് കാലിനും നല്ല വേദന വരും. അപ്പോൾ ഞാൻ ഇതിനോടുള്ള ഒരു കമ്പം അങ്ങോട്ട് നിർത്തിയതാണ് കേട്ടോ. പിന്നെ ഇടയ്ക്ക് ഞാനതൊന്ന് പൊടി തട്ടിയെടുക്കും. അപ്പോൾ ഈ മെഷീൻ വാങ്ങിയിട്ടൊരു 10-12 കൊല്ലം കഴിഞ്ഞിട്ടോ. എന്നാലും അത് പുതിയതുപോലെ തന്നെ എൻ്റെ അടുത്ത് നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ എന്താ പറയുക, അത്ര ഒരു ഇതിൽ ഞാനത് കൊണ്ടെടുക്കും കേട്ടോ. കേട് വരുത്താതെ കൊണ്ടെടുക്കുകയാണ്. ഇതിൻ്റെ ഇടയിൽ കുഞ്ഞൊരു കേട് വന്നപ്പോൾ അതൊക്കെ നന്നാക്കി വേഗം കൊണ്ടുവന്ന് വെച്ചാണ്. കാരണം ഇങ്ങനെയുള്ള ഉപകാരങ്ങൾ ഇതിനോട് നടക്കും കേട്ടോ. ഇതും വേണ്ട നമ്മൾ കൈ കൊണ്ട് തുന്നി ഉണ്ടാക്കുക. അപ്പം അങ്ങനെ ഒരു ആവശ്യമില്ല. ഇങ്ങനെ തന്നെ ചെയ്തെടുക്കാൻ ഞാൻ ശ്രമിക്കുകയാണെങ്കിൽ അതല്ലേ ഏറ്റവും നല്ലത്, പുറമേ ഒന്നും കൊടുക്കാതെ എന്ന് വിചാരിക്കും. അങ്ങനെ ഞാനിപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇന്ന് ഇതൊക്കെ അങ്ങോട്ട് ചെയ്തെടുക്കാമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഇന്ന് അടുക്കളയിലെ കുക്കിങ്ങും കാര്യങ്ങളായിട്ടൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. അപ്പോൾ രാവിലെ തന്നെ ചോറും കറിയൊക്കെ ആയി. ഇന്ന് മീൻ കറി ഉണ്ടാക്കി. പിന്നെ അത് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടൊന്നുമില്ല. കുറേ ദിവസമായിട്ട് എന്താ പറയുക, വീഡിയോ എടുക്കുമ്പോഴും ഒക്കെ ഒരു എന്താ പറയുക, ഒരു സുഖമില്ല കേട്ടോ. സത്യം പറയുക വെച്ചാൽ വീഡിയോ അപ്ലോഡ് ചെയ്യാനും എല്ലാത്തിനും ഇപ്പോൾ ഒരു മടിയായി ഒക്കെ തുടങ്ങിയെന്ന് ഒന്നും ഉണ്ടായിട്ടല്ല. നമുക്ക് മനസ്സിന് ഓരോ ടെൻഷനും കാര്യങ്ങളും വരുമ്പോൾ അതിനോടുള്ള ഒരു ഇൻട്രസ്റ്റ് ഇല്ലാണ്ടാവുകയാണ് കേട്ടോ. ഒന്നാമത് എവിടെ ഒരു പണി അന്വേഷിച്ചിട്ടും പണിയൊന്നും ശരിയാകാത്തത് കാരണം ഭയങ്കര നമുക്കൊരു വിഷമമാണ്. അത് പുറമെ പറഞ്ഞ് അറിയിക്കേണ്ട ആവശ്യമില്ല എന്ന് എല്ലാവരും ഇപ്പോൾ വിചാരിക്കും. എന്നാലും അങ്ങനെ പറയല്ല കേട്ടോ. ഒരുപാട് സ്ഥലങ്ങളിൽ ഇപ്പം പണി അന്വേഷിക്കുകയാണ്. പക്ഷെ ഒരു പണിയും ഇപ്പോൾ ശരിയായി വരില്ല. ശരിയായി വരുന്നത് തന്നെ പിന്നെ കുറച്ച് ദിവസങ്ങൾക്കൊക്കെ ഉണ്ടാവുള്ളത്. അപ്പോൾ ആ ദിവസങ്ങളിൽ കിട്ടണതിന് അങ്ങനെ പോകും. അതുകൊണ്ട് തന്നെ നമുക്ക് ശാശ്വതമായിട്ടൊരു ജോലി അങ്ങോട്ട് കിട്ടണില്ല. അപ്പോൾ അത് കിട്ടി പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ നമുക്കൊരു ആശ്വാസമാകും. വീട്ടിലേക്കും അതൊരു ആശ്വാസമായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു പണി തന്നെ അത്യാവശ്യമായിട്ട്. അപ്പോൾ ഞാൻ ഒരുപാട് ആൾക്കാരോട് വിളിച്ച് ചോദിക്കലും ഒക്കെ ഉണ്ട്. കാണുന്നവരോട് ഒന്ന് പറയും, ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയണം കേട്ടോ എന്നൊക്കെ പറയും.
അങ്ങനെയൊക്കെ ആയിട്ട് പിന്നെ ഇടയ്ക്ക് ഓരോ പെൺകുട്ടികൾ വിളിക്കും ഇങ്ങനെ പണിയുണ്ട് അങ്ങനെ പണിയുണ്ട്. പക്ഷെ അതൊന്നും നമുക്ക് പറ്റാത്ത ഐറ്റംസ് കാര്യങ്ങളൊക്കെയാണ് ചിലത് വരിക. ചിലത് കുറേ നേരം ഷോപ്പുകളിൽ നിൽക്കേണ്ടത് വരും. അപ്പോൾ അതും വേണ്ടാന്ന് വെക്കും കേട്ടോ. പിന്നെ വിചാരിക്കും പോകാം അത്രയും ടൈമെന്ന് വിചാരിക്കും. പിന്നെ എല്ലാം കൂടി ഒത്തിണങ്ങി ചേരണ്ടേ, പോവണ്ടേ മുന്നോട്ടേക്ക്. അപ്പം അതും നടക്കാത്തൊരു പോലെയാണ്. വീട്ടിൽ എല്ലാവർക്കും ഉള്ളതുപോലെ തന്നെയാണ് കേട്ടോ. എന്നാലും വീട്ടിൽ വന്നാലും നമുക്ക് അതിലേറെ ആവശ്യത്തിലേറെ പണി വീട്ടിലും ഉണ്ടാകുമ്പോൾ എല്ലാം കൂടി ഒന്നും മുന്നോട്ട് വല്ലാതെ പോകില്ല എന്നും തോന്നും. അപ്പോൾ ആ ടൈം ഞാൻ അങ്ങോട്ട് മാറ്റിക്കളയും കേട്ടോ. അത്രയും ടൈമുള്ള ജോലിയൊന്നും വേണ്ടാന്ന് വിചാരിക്കും. അപ്പോൾ പിന്നെ നമുക്ക് പറ്റിയൊരു രീതിക്കുള്ളത് ഓരോന്ന് ഒത്തിണങ്ങി വരുമ്പോൾ പിന്നെ അവിടെ എന്തെങ്കിലും ഒരു പ്രോബ്ലംസൊക്കെ വരും. അങ്ങനെ അതങ്ങോട്ട് ഒഴിവായി പോവുകയാണ്. ഞാൻ ഒഴിവാക്കണതാട്ടോ, ആരും നമ്മളെ ഒഴിവാക്കണതല്ല. ഞാൻ സ്വയം അങ്ങോട്ട് ഒഴിവാക്കി കൊടുത്തു പോരും. പിന്നെ നമ്മളെ പറ്റാത്തോടത്ത് നമ്മൾ നിൽക്കണത് അതൊരു ശരിയല്ലല്ലോ എന്ന് തോന്നും കേട്ടോ. കാരണം ഒന്നും ഉണ്ടായിട്ടല്ല. അപ്പോൾ അങ്ങനൊന്നും ഇതുവരെ ഉണ്ടായിട്ടല്ല. എന്നാലും എനിക്ക് ഓരോ മുഖഭാവങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാമല്ലോ ഓരോരുത്തരുടെ സ്വഭാവം. അപ്പോൾ പിന്നെ നമ്മൾ സ്വയം അങ്ങോട്ട് ഒഴിഞ്ഞു കൊടുത്തിട്ട് പോരും. അങ്ങനെ ഇതുവരെ ഉണ്ടായിട്ടില്ല. അതൊരു സ്ഥലങ്ങളിൽ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇനി എവിടെയെങ്കിലും ഒരു ചില്ലറ പണികളൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ പോവണം. ചില ദിവസങ്ങളിലൊക്കെയാണ് അധികമായിട്ടും ഒരു ടെൻഷൻ വരിക. എവിടെയും ഒരു പണി കിട്ടില്ലല്ലോ ദൈവമേ, ഇത്രയും നാൾ ഞാൻ അന്വേഷിച്ചിട്ടും എന്താണ് ഒരു പണി കിട്ടാത്തത് എന്നൊക്കെ ഒരു തോന്നൽ വരും കേട്ടോ. അപ്പം നമുക്ക് സമയമായിട്ടില്ല. അപ്പോൾ സമയമാകുമ്പം അത് ദൈവം നമുക്ക് കൊണ്ടുപോയി തരും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്, വിശ്വസിക്കുന്നത്. അപ്പം ദൈവം നമ്മളെ പ്രാർത്ഥന കേൾക്കേണ്ടത് തന്നെയാണ് വിശ്വാസം. അതുകൊണ്ട് എന്തെങ്കിലും ഒരിക്കലൊരു പണി ആരെങ്കിലും അടുത്ത് നമുക്ക് ഉണ്ടെന്നും പറഞ്ഞിട്ട് ഒരു വിളി വരുമായിരിക്കും. ആ വിളിക്ക് വേണ്ടി ഇങ്ങനെ കാത്തിരിക്കുകയാണ് കേട്ടോ. പക്ഷെ ഒരുപാട് സ്ഥലങ്ങളിലോ വേറെ കിട്ടണമെന്നുണ്ടെങ്കിലും പറഞ്ഞതുപോലെ കൂലി പറയുമ്പോൾ അവർക്ക് ഭയങ്കര ഇതാണ്. പക്ഷെ പണി ഒരുപാടുണ്ടാകും, കൂലി തരാൻ അവർക്ക് ഭയങ്കര മടിയാണ്. അത് എത്രയെന്ന് ചോദിച്ചാൽ നമ്മൾ നമ്മളേതായിട്ടുള്ള പൈസ പറയുമ്പോൾ അവർക്ക് അതിലേറെ ഇഷ്ടക്കേടാണ് കേട്ടോ. അപ്പോൾ പണി എല്ലാവർക്കും എടുത്തു കൊടുക്കണം, പൈസ തരാൻ മടിയാന്ന് പറഞ്ഞില്ലേ, അതാണ് ചിലയിടത്തൊക്കെ നടക്കുന്നത്. രാവിലെ പോയിട്ടൊരു വീട്ടിൽ ചോറും കറിയും ചായയും എല്ലാം ഉണ്ടാക്കി കൊടുത്ത് അടിച്ചേരി തുടച്ചു കൊടുത്ത് വൈകുന്നേരം എന്താ പറയുക മുറ്റടിച്ചേരലും കാര്യങ്ങളൊക്കെ കഴിച്ചു കൊടുത്തിട്ട് പോരുമ്പോൾ ഓർക്ക് പൈസ ചോദിക്കുമ്പം കൂടുതലാണെന്നുള്ളൊരു തോന്നലാണ്. പിന്നെ പറയുന്നത് 300 രൂപ 250 രൂപ തരാം, അത് പറ്റുമെങ്കിൽ വരണമെന്ന്. അപ്പം അങ്ങനെയൊന്നും പോയിട്ട് ഇപ്പോൾ നമ്മൾ ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ. ആ ഒരു വീട്ടിൽ രാവിലെ തൊട്ട് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്ത് കൊടുക്കണം. നമ്മൾ ചോറും കറിയും മാത്രം ഉണ്ടാക്കി വെച്ചാൽ മതിയോ? അത് ഉണ്ടാക്കിയ പാത്രങ്ങൾ, അത് അവർ തിന്ന പാത്രങ്ങൾ എന്തെല്ലാം കഴുകി വെച്ച് കൊടുത്തിട്ടും അടിച്ചേരി തുടച്ചു കൊടുത്ത് അടുക്കള വൃത്തിയാക്കി ബാത്റൂമുകൾ കഴുകി കൊടുത്ത് ഓരോ ചെടികൾ നനച്ചു കൊടുത്തിട്ടൊക്കെ നമ്മൾ പോരുക. എന്നാലും പൈസേൻ്റെ കാര്യം പറയുമ്പോൾ അവർക്ക് ഭയങ്കര ഇതാണ്. അതുപോലെ വീട്ടിലെ പണികൾ കഴിയും വേണം, നമുക്ക് പൈസ തരാൻ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത് കയ്യിൽ നിന്ന് പോകുന്നുള്ള ബേജാറുള്ളവർക്ക് നമ്മളത് പോയി ചെയ്ത് കൊടുത്തിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ 250 രൂപയ്ക്കൊക്കെ ഇപ്പോഴത്തെ കാലത്ത് ആരെയാണ് കിട്ടുക അങ്ങനത്തെ പണിയൊക്കെ ചെയ്യാനായിട്ട്? അപ്പോൾ അത് സ്വയം അങ്ങോട്ട് ഒഴിഞ്ഞു മാറും. ഒരേ കയ്യിൽ നിന്ന് പൈസ വല്ലാതെ പോരൂല എന്ന് കാണുമ്പോൾ പിന്നെ ഞാൻ അങ്ങോട്ട് അതിന് നിൽക്കൂല കേട്ടോ. അങ്ങനെ ഒരു ദിവസം പോയാൽ പിന്നെ നമുക്ക് തോന്നും ഇത് ശരിയുള്ള ഏർപ്പാടല്ല എന്ന്. അങ്ങനെയൊക്കെയാണ് ഓരോരുത്തരും നമ്മളെ വിളിക്കുന്നത്. ഓലെ പണികൾ നടക്കണം, പൈസ തരാൻ മടി, അങ്ങനെയൊക്കെ ആയിട്ട്. അപ്പോൾ ഞാനതൊക്കെ അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് വേറെതാ ഈ ഒരു കാര്യങ്ങളിലൊക്കെ ഇങ്ങനെ ഏർപ്പെട്ടിട്ട് ഓരോരോ ആലോചനകളുടെ ഇടയിൽ കൂടി ഈ സ്റ്റിച്ചിങ്ങും നടക്കാമല്ലോ എന്ന് വിചാരിച്ച് ചെയ്യാണ്. അപ്പോൾ ഈ സ്റ്റിച്ചിങ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളെ മനസ്സ് പടയൊന്നും ഇല്ല കേട്ടോ. ഓരോരോ കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ടുള്ള പരിപാടികളാണ് ഇതൊക്കെ. എന്നാലും നമ്മളതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് പണികളൊക്കെ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്ത് തീർക്കാണ്ട്, പക്ഷെ ഒന്നിനും ഒരു ഇൻട്രസ്റ്റ് വരില്ല കേട്ടോ. സത്യം പറയുക വെച്ചാൽ മടുപ്പായി. എന്തുകൊണ്ടോ മനസ്സ് മടുത്തിട്ട് ഒരു സുഖമില്ല കേട്ടോ. അപ്പം എൻ്റെ അഭി ചോദിക്കും, അമ്മയ്ക്ക് പണിയൊക്കെ കഴിഞ്ഞോ? പക്ഷേ രാവിലത്തെ എല്ലാ പണികളും തിരുമ്പലും കുളിയും ഭക്ഷണം ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞിട്ട് അങ്ങനെ ഇരിക്കും. വീട്ടിലെ പണികളൊക്കെ അത്യാവശ്യം കഴിയും. എന്നാലും ഇങ്ങനെ ഇരിക്കുമ്പോൾ ചോദിക്കും അമ്മ എന്തെങ്ങനെ ഇരിക്കണെന്നൊക്കെ ഉള്ളത്. പക്ഷേ അതാണ് നമുക്ക് വേറെ കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കാണ്ടെങ്കിലും ഒരു ഇൻട്രസ്റ്റ് അങ്ങോട്ട് വരുന്നില്ല. ഒരു മടുപ്പ് എന്നൊക്കെ പറയൂലേ, അത് തന്നെ സംഭവം. അങ്ങനെയൊക്കെയാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ കേട്ടോ. നല്ലൊരു പണി കിട്ടിക്കഴിഞ്ഞാൽ അത് നമ്മളെ കയ്യിൽ നിന്ന് പോയാൽ അത് അതിലേറെ വിഷമമാണ്. അതങ്ങനെയുണ്ട് വിഷമങ്ങൾ. അപ്പോൾ എല്ലാം കൂടി ക്ലിയറായിട്ട് ഞാനിതിൽ പറയണില്ല. അത് പറയുമ്പം അത് ഈ വീഡിയോ കാണുന്നവർക്ക് അതൊരു ബോറായിട്ട് തോന്നും കേട്ടോ. ഒന്നും ഉണ്ടായിട്ടല്ല. അപ്പം നമുക്ക് ഏതെങ്കിലും ഒരു സ്ഥലത്ത് ചെന്നാൽ ഒന്നുമില്ലെങ്കിൽ അവിടെ നമുക്ക് പാരയായിട്ട് ആരെങ്കിലും ഉണ്ടാകും. അതാണ് ഇപ്പോഴത്തെ ഒരു പണിയിൽ സംഭവിച്ചത്. അപ്പോൾ നല്ല നിലയ്ക്ക് നമ്മൾ പണി ചെയ്ത് പോകുമ്പോൾ എന്തെങ്കിലും ഒരു പാര പണിയാൻ ഒരാളുണ്ടാകുമല്ലോ.
ആ ഒരു സംഭവമാണ് ഇപ്പോൾ ഞാനൊരു പണിയിൽ പോയപ്പോൾ ഉണ്ടായത്. അപ്പോൾ അത് വല്ലാത്തൊരു വിഷമം ഉണ്ടാക്കിയപ്പോൾ ഞാൻ ഇങ്ങോട്ട് പോന്നതാണ് കേട്ടോ. അവർക്ക് എന്തോ അതെന്താ എന്ത് വിരോധമാണെന്നൊന്നും നമുക്ക് അറിയില്ല. പറയുമ്പോൾ ഞാൻ ഓരെ അറിയൂല, അവർക്ക് ഇന്നെ അറിയൂല എന്ന് അറിയൂല. പക്ഷേ എന്തോ മനുഷ്യനോടൊരു ശത്രുത വെറുതെ തോന്നുമല്ലോ, ആ ഒരു തോന്നലുണ്ടായതാണ് തോന്നുന്നുണ്ട്. അപ്പം പിന്നെ ഞാനത് സ്വയമേ അങ്ങോട്ട് ഒഴിഞ്ഞു കൊടുത്ത്, അവർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ വേറെ ആളെ വെച്ചോട്ടെ എന്നുള്ള രീതിക്ക് ഞാൻ ഒഴിഞ്ഞു കൊടുത്ത്. അധികപ്പറ്റായിട്ട് നമ്മൾ എവിടെയും നിന്ന് കൊടുക്കരുത്. നമ്മളെ ആവശ്യമില്ല എന്ന് കണ്ടപ്പോൾ നമ്മൾ ഒഴിഞ്ഞു കൊടുക്കണം അല്ലേ. എവിടെയായാലും നമ്മളങ്ങനെ ചെയ്തു കൊടുക്കുക, മാറിക്കൊടുക്കുക, അതൊക്കെയാണ്. അങ്ങനെ ഇപ്പം ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇതിൽ കൂടുതൽ വിശേഷങ്ങളൊന്നും പറയണില്ല. പറയാൻ ഒരുപാടുണ്ടെങ്കിലും പറയണില്ല കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ജീവിത രീതികളെന്ന് തന്നെ പറയാം. ഈ ഒരു അവസ്ഥയിൽ കൂടിയൊക്കെയാണ് ഇപ്പോൾ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്താ പറയുക, ഇതാ ചുരിദാർ ടോപ്പാണ് കേട്ടോ അപ്പം ഞാൻ സ്റ്റിച്ച് ചെയ്യണത്. ടോപ്പിൻ്റെ കൈയൊക്കെ സ്റ്റിച്ച് വിട്ട് കിടക്കണം കുറേ ദിവസമായി. അപ്പോൾ ഞാനതൊക്കെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് ഇനി ഇത് അമ്മയ്ക്ക് കൊടുക്കാമെന്ന് വിചാരിക്കുക. അപ്പോൾ ഞാനിപ്പോൾ എന്തായാലും എവിടെയും പോകണമെന്നില്ലല്ലോ. അപ്പോൾ വെറുതെ ചുരിദാറൊന്നും വീട്ടിൽ അലമാരയിൽ വെച്ചിട്ട് കാര്യമില്ല. അപ്പോൾ അമ്മ ഇപ്പോൾ ചുരിദാറൊക്കെ ഇട്ടിട്ടല്ലേ ആഴ്ചയിൽ 2 ദിവസമായാലും 3 ദിവസമായാലും പണിക്ക് പോകണത്. അപ്പോൾ ഞാനത് അമ്മയ്ക്ക് അങ്ങോട്ട് കൊടുക്കാമെന്ന് വിചാരിക്കുകയാണ്. അപ്പം വൈകുന്നേരം ആകുമ്പോഴേക്കും അതൊക്കെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് വെച്ചാൽ നാളെ പോകുമ്പോൾ അമ്മ നാളെ പോവുണ്ടെങ്കിൽ അമ്മയ്ക്ക് ഇട്ടിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് അതൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കുകയാണ്. അപ്പം ഇനി വൈകുന്നേരത്തേക്കും ഒരുപാട് പണികളൊക്കെ ഉണ്ട്, അതൊക്കെ ചെയ്ത് തീർക്കണം. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വൈകുന്നേരം ആയാലാണ് എല്ലാത്തിനും ഒരു ഇത് വരിക, അത് ചെയ്ത് തീർക്കണ്ടേ എന്നുള്ളത്. അപ്പം അതൊക്കെ ഇനി ചെയ്യണം. അവരെല്ലാവരും വരാനാകുമ്പോഴേക്ക് പിന്നെ നന്ദമോള് രാത്രിയിലാണ് ട്യൂഷനൊക്കെ വിട്ട് വരിക. അപ്പോൾ നമ്മളൊരു കാര്യം എന്താ പറയുകയെന്ന് വെച്ചാൽ, ഇത് വീഡിയോ കണ്ടിട്ട് ആരെങ്കിലും നമുക്കൊരു പണിയൊക്കെ ശരിയാക്കി തരാൻ പറ്റിയവരുണ്ടെങ്കിലൊന്ന് പറയണം കേട്ടോ കമൻ്റായിട്ട്. അപ്പോൾ നമ്മളെ വീഡിയോ കണ്ടിട്ട് എല്ലാവർക്കും ബോറടിക്കുന്നുണ്ടോ എന്താണെന്നൊന്നും എനിക്കറിയില്ല. എന്നാലും വീഡിയോ ഇങ്ങനെ ഇട്ടെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാനിതാ എല്ലാം സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരിക്കുക തന്നെയാണ് കേട്ടോ. ഇതും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരു മാക്സിയും കൂടി ഉണ്ട്, അതും കൂടി ഒന്ന് ചെയ്തെടുക്കണം. ഇത് നല്ലൊരു പുതിയ ടോപ്പാണ് കേട്ടോ. പക്ഷെ എനിക്കിപ്പോൾ പറ്റാതെയായി, അതുകൊണ്ട് തന്നെ ഇത് ഇപ്പോൾ ഉപയോഗിക്കലില്ല. ചുരുങ്ങിപ്പോയതാണ് തുണി. വാങ്ങുമ്പോൾ ഒക്കെ നല്ല XXL എന്നൊക്കെ പറഞ്ഞിട്ട് വാങ്ങിയതാണ്. പക്ഷേ ഒരു പ്രാവശ്യം ഇങ്ങനെ തുണി ഒലിമ്പി കഴിഞ്ഞപ്പം പിന്നെ അത് ഭയങ്കരമായിട്ട് ചുരുങ്ങിപ്പോയി. പിന്നെ ഇപ്പം എനിക്ക് പറ്റാത്ത വിധത്തിലായി. ഇനിയിപ്പോൾ അതിവിടെ വെച്ചിട്ട് കാര്യമില്ലല്ലോ. നന്ദമോൾ ഇടൂല, നന്ദമോൾക്കും അത്ര താല്പര്യമില്ല ഇങ്ങനെ ചുരിദാർ ഇടുന്നതിനോടൊന്നും. അപ്പോൾ അതാ ഒരു മാക്സിക്കൊക്കെ ഒരു 4-5 വർഷമായതാട്ടോ. അപ്പോൾ അതൊക്കെ കരുതി ഇങ്ങനെ കൊണ്ടെടുക്കും. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇതാ ഒരു കുഞ്ഞ് ഭാഗത്ത് സ്റ്റിച്ച് വിട്ടുപോയതാണ്. മാക്സിയൊക്കെ വാങ്ങിക്കഴിഞ്ഞാലും ഞാൻ ഇതേപോലെ തന്നെ മേലെ ഒന്നായിട്ട് റൗണ്ടായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണ തന്നെയാണ് കേട്ടോ. അപ്പം കൂടുതലായിട്ട് നിൽക്കുമല്ലോ. അപ്പോൾ ഇന്ന് ഏതായാലും ഈ സ്റ്റിച്ച് ചെയ്ത നൂലൊക്കെ വിട്ട് പോയതുണ്ട്, അതൊക്കെ ഒന്ന് വേഗം സ്റ്റിച്ച് ചെയ്ത് വൃത്തിയാക്കി എടുക്കട്ടെ. നമുക്ക് വീട്ടിൽ ഉപയോഗിക്കാനൊക്കെ ഉള്ളതല്ലേ. അപ്പോൾ അങ്ങനെ സ്റ്റിച്ച് ചെയ്യാൻ ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ അത്യാവശ്യമുള്ളതൊക്കെ ഒന്ന് അങ്ങോട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കും കേട്ടോ. ഒരു ഇൻട്രസ്റ്റിൽ നമ്മൾ ഇരിക്കുന്നതല്ലേ എന്ന് വിചാരിച്ചിട്ടേ ഒക്കെ അങ്ങോട്ട് ചെയ്തെടുക്കും. അപ്പം ഇന്ന് ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ വന്നത്. അപ്പം ഇതിൽ പ്രത്യേകിച്ച് കണ്ടൻ്റ് ഒന്നും ഇല്ലയെന്ന് എനിക്ക് തന്നെ അറിയാം ഈ വീഡിയോയിൽ. പക്ഷെ നമ്മൾ ഇങ്ങനെയുള്ള വിശേഷങ്ങൾ എല്ലാവർക്കും ഒന്ന് കാണിച്ചു തരാം എന്ന് വിചാരിച്ചിട്ട് വീഡിയോ ചെയ്യാണ്. വീഡിയോ ഇഷ്ടമാവോ എന്താ ഒന്നും അറിയില്ല. അപ്പോൾ അത് ഓരോരുത്തരെന്താ പറയുക ചിന്തകൾക്കനുസരിച്ചായിരിക്കില്ല നമ്മളെ വീഡിയോയ്ക്കുള്ള ഇതൊക്കെ. അപ്പോൾ ഞാനിങ്ങനെ ഒരു വീഡിയോ ഇടണമെന്ന് പെട്ടെന്ന് തോന്നിയതാട്ടോ. ഇന്ന് വീഡിയോ ഇടണമെന്നൊന്നും വിചാരിച്ചതല്ല, ഇടണ്ടെന്ന് തന്നെയാണ് ഇന്ന് വിചാരിച്ചത് കേട്ടോ. എന്നും വീഡിയോ ഇടില്ല എന്നൊക്കെ ചിന്തിച്ചിട്ട് തന്നെയാണ് ഇന്നത്തെ ദിവസം നിന്നത്. പിന്നെ ഉച്ചയ്ക്ക് ചോറൊക്കെ തിന്ന് കഴിഞ്ഞതിന് ശേഷം എനിക്ക് തോന്നി ഒരു കുഞ്ഞു വീഡിയോ ഇടാം. എന്നും പറയണ പോലെ 10 പേര് കണ്ടാൽ അതായല്ലോ, നമ്മളെ ചാനലിലെ വീഡിയോ നിർത്തണ്ടല്ലോ എന്നൊരു തോന്നൽ പെട്ടെന്ന് വന്നപ്പം ഞാൻ ഏതായാലും സ്റ്റിച്ച് ചെയ്യാനിരിക്കുന്നുണ്ടല്ലോ, ഈ അല്ലറ ചില്ലറ സ്റ്റിച്ചിങ്ങിൻ്റെ വിശേഷങ്ങളൊക്കെ എല്ലാവർക്കും ഒന്ന് കാണിച്ചു കൊടുക്കുക
ഞാനും ഇങ്ങനെ ഒരു കുഞ്ഞു തൊഴിലൊക്കെ ചെയ്യുന്നുണ്ട്. തൊഴിലെന്നൊന്നുമില്ല, നമ്മളെ വീട്ടിലേക്കുള്ളതാണെന്ന് മാത്രം, നമ്മളെ ഡ്രസ്സാണെന്ന് മാത്രം. അപ്പോൾ അതൊന്ന് കാണാമെന്ന് മാത്രമേ വിചാരിച്ചിട്ടുള്ളൂ കേട്ടോ. അല്ലാതെ ഇത് വലിയൊരു വീഡിയോ ആണെന്നോ ഇതിന്ന് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാണ്ടെന്നോ ഒന്നും ഉദ്ദേശിച്ചിട്ടല്ല വീഡിയോ ഇട്ടത് കേട്ടോ. അപ്പോൾ ഇത് നമ്മളെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു അങ്ങനെ വീഡിയോ ഇടാമെന്ന് വിചാരിച്ചത്. അപ്പോൾ സ്റ്റിച്ചിങ് ഒക്കെ കഴിഞ്ഞ് നൂലൊന്ന് വേഗം എടുത്ത് വെക്കാമെന്ന് വിചാരിക്കാം കേട്ടോ. ബ്ലാക്ക് നൂല് അമ്മ നല്ല വാങ്ങിയതാണ്. അപ്പോൾ ഇതൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ വിശേഷം.